സന്തോഷമായിരിക്കുന്നോ? ഒത്തിരി സന്തോഷം കൂടി പോയിട്ടൊന്നും ആരും ചിരിക്കുന്നില്ല. എന്നോടൊക്കെ ചിരിക്കുന്നവരില്ല. കണക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാട്ടോ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച പകൽക്കാലം ഈ വർഷം നമുക്ക് ലഭിച്ചു. വീണ്ടും ഇനി ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച പകൽക്കാലം കിട്ടത്തില്ല. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ഈ വർഷം തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളെ ദൈവം പരിപാലിച്ചതുപോലെ എന്നെയും പരിപാലിച്ചു. നിങ്ങളെ ദൈവം സംരക്ഷിച്ചതുപോലെ ദൈവം എന്നെയും സംരക്ഷിച്ചു. ഇന്ന് നിങ്ങൾ അവൻ്റെ ആലയത്തിൽ അവൻ്റെ ആരാധന കൊടുക്കാൻ എത്തിയതുപോലെ ദൈവം എന്നെയും എത്തിച്ചു. അതിനിടയിൽ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അതൊക്കെയും ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ നിങ്ങൾ എന്തൊക്കെ വെല്ലുവിളികൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെയും ഞാനും കണ്ടിട്ടുണ്ട്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണെങ്കിലും നാം എല്ലാവരും ജീവിക്കുന്നത് ഈ ലോകത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവജനമേ, കർത്താവിന്റെ കൃപ ലഭിച്ച നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത ഒരു തലമുറയിലാണ് പിറന്നിരിക്കുന്നത്. ഈ വർഷം ആണ്ടിന്റെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെ നിൽക്കുമ്പോൾ നമ്മൾ ആരും വിചാരിച്ചതല്ല നമ്മൾ ഈ വർഷം മുഴുവൻ ജീവിക്കുക. എന്നാൽ തീരുമാനിച്ചവൻ ദൈവമായിരുന്നു. ആ തീരുമാനത്തെ മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ജനത്തോട് ഞാൻ ഒന്ന് പറയുന്നു, നിങ്ങളെ നടത്തിയവനെ ഓർത്തുകൊള്ളുക. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവത്തെ ഇസ്രായേൽ ജനം ഓർത്തില്ല. അത് അവർക്ക് നന്മയായില്ല. എന്നാൽ ദൈവത്തെ ഓർത്ത യോശുവയുടെ ഒരു പുതിയ ജനറേഷൻ, അടുത്ത ജനറേഷൻ, അവർ വാഗ്ദത്ത നാട്ടിലെത്തിയവരാ. നിങ്ങൾ വാഗ്ദത്ത നാട്ടിൽ എത്താനുള്ളവരാണോ, വഴിയിൽ വെച്ച് കഥ കഴിയാനുള്ളവരാണോ എന്ന് ദൈവത്തെ ഓർക്കുന്നതിന്റെ അടിസ്ഥാനത്തിലേക്ക്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇസ്രായേൽ മക്കൾക്ക് ഇസ്രായേലിൽ കണ്ടിട്ടില്ലാത്ത പല മിറാക്കിൾസും കാണാൻ പറ്റിയത് മരുഭൂമിയിലൂടെ ദൈവം നടത്തിയപ്പോഴാണ്. ഈ കണ്ടിട്ടില്ലാത്തത് കാണുമ്പോ മനുഷ്യന്റെ സ്വഭാവം മാറും. കിട്ടിയിട്ടില്ലാത്തത് കിട്ടുമ്പോഴും മനുഷ്യന്റെ സ്വഭാവം മാറും. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. ഇതുവരെ ഞങ്ങൾ മന്ന കണ്ടിട്ടില്ല, ഇപ്പൊ ഞങ്ങൾ മന്ന കണ്ടു. മറ്റുള്ളവരെക്കാളും ഞങ്ങൾ ശ്രേഷ്ഠരാണ്. കാരണം നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്തത് ഞങ്ങൾക്ക് കിട്ടിയവരാ. ഹല്ലേലൂയ. കാടപ്പക്ഷികളെ അടുത്ത് കയ്യെത്തി പിടിക്കുന്ന നിലയിൽ ആർക്കും ചരിത്രത്തിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ കാടപ്പക്ഷിയെ ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങളുടെ ജനറേഷന്, ഞങ്ങളുടെ തലമുറകൾക്ക്, ഞങ്ങൾക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണ് എന്ന തോന്നൽ ലഭിച്ചതിലേക്ക് നോക്കാൻ അവരെ പ്രേരിപ്പിച്ചു. തന്നവനിലേക്ക് നോക്കാൻ അവർക്ക് കഴിയാതെ പോയി. ഇന്നും തലമുറകൾ ലഭിക്കുന്നതിനായി കാത്തിരിക്കുന്നു, നൽകുന്ന നാഥനെ ഓർക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നു, ദാനത്തെയല്ല ദാതാവിനെയാണ് സ്നേഹിക്കേണ്ടത്. ദാനത്തിന് വേണ്ടിയല്ല നിങ്ങൾ കാത്തിരിക്കേണ്ടത്, ദാതാവിനായി കാത്തിരിക്കണം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അങ്ങ് മധ്യാകാശത്തിൽ എഴുന്നള്ളി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനിൽ ശേഷിക്കുന്ന നാം എല്ലാവരും അവരോടുകൂടെ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന നാളിനായി കാത്തിരിക്കുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. അല്ലാതെ കൈയടിക്കുന്നവന്റെ പേരല്ല, ഹല്ലേലൂയ പറയുന്നവന്റെ പേരല്ല, ഈ ബൈബിള് തലേ ചുമന്നോണ്ട് നടക്കുന്നവന്റെ പേരല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. കർത്താവുമായി ബന്ധമുള്ളവനാണ് ക്രിസ്ത്യാനി.
യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുക, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു തറവാടുണ്ട്, എന്റെ കുടുംബത്തിന് ഒരു കുടുംബം പേരുണ്ട്. കുടുംബവുമായിട്ടൊരു ബന്ധവുമില്ലാതെ കുടുംബത്തിൽ ജനിച്ച ഞാൻ ആ കുടുംബത്തിന്റെ പേര് രീതിയാക്കിക്കൊണ്ട് നാട് നീളം നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ കുടുംബത്തിൽ നിന്ന് തന്നെ അവൻ പുറത്താ. പക്ഷേ എല്ലാവർക്കും അറിയാം അവൻ ആ കുടുംബത്തിന്റെയാണെന്ന്. എല്ലാവർക്കും അറിയാം ഞാൻ ആ കുടുംബത്തിലെയാണ്. പക്ഷെ കുടുംബത്തിന് ഞാൻ പേര് ദോഷമാണ്, അതുകൊണ്ട് കുടുംബത്തിന് വെളിയില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവസന്തതിയാണെന്ന് സാത്താനും അറിയാം, ജനത്തിനും അറിയാം, എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. പക്ഷെ ദൈവത്തിന് നിരക്കാത്തത് കയ്യിലുള്ളൂ, അതുകൊണ്ട് ദൈവരാജ്യത്തിന് വെളിയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ എന്താ പറയാ, ഈ കോഴി കിടന്നിടത്ത് കോഴിയുടെ കൂടെ കാണുമെന്ന് പറയുന്ന പോലെ, പപ്പ് കാണുമെന്ന് പറയുന്ന പോലെ, ദൈവസന്നതിയായവൻ, ദൈവത്തിന്റെ മക്കളായവൻ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ സ്മെല്ല് ദൈവസന്നിധിയിലുള്ളത് കാണാതിരിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന് ഞാൻ പേരുദോഷം ഉണ്ടാക്കുന്നവനാണെങ്കിലും കുടുംബത്തിന് വെളിയിലാണെങ്കിലും ആ കുടുംബത്തിലെ വിത്താണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് വിട്ടുപോകത്തില്ല. കാരണം എന്റെ പേരും അഡ്രസ്സും എല്ലാം അവിടെ നടക്കുള്ളൂ. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ വരുന്ന സകല സാധനം അവിടെ എത്തുള്ളൂ. പക്ഷെ ഞാൻ കുടുംബത്തിലുണ്ടോ? ഞാൻ കുടുംബത്തിലില്ല. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പേർ വിളിക്കപ്പെടുകയും നിങ്ങൾ ദൈവത്തിന്റെ ശിഷ്യന്മാരെന്ന്, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് പേരെടുക്കുകയും നിങ്ങൾ കർത്താവിന്റെ സന്തതിയായി വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ പള്ളിയിൽ പോകുന്നവരായിട്ട്, ബൈബിൾ വായിക്കുന്നവരായിട്ട്, ആരാധിക്കുന്നവരായിട്ട്, ദൈവവുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ, വീടുമായി നിനക്കൊരു ബന്ധവുമില്ലെങ്കിൽ, കുടുംബവുമായി നിനക്കൊരു ബന്ധവുമില്ലാതെ നടക്കുന്നതെങ്കിൽ, കുടുംബത്തിന്റെ വെളിയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നിനക്ക് പേര് മാത്രമേ കാണത്തുള്ളൂ, കുടുംബത്തിലൊരു അവകാശം കാണത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബത്തിന് വെളിയിലായിരിക്കുന്നവൻ, ഹല്ലേലൂയ, ഞാൻ കുടുംബത്തിന് വെളിയിലായത് കൊണ്ട് കുടുംബത്തിൽ കാരണവര് സ്വത്ത് വീതം വെക്കുമ്പോ എന്റെ പേര് ആ റേഷൻ കാർഡിൽ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എഴുതുന്ന മുദ്ര പേപ്പറിൽ ഉൾപ്പെടുത്താതെ പോകും. എന്താ കാരണം? അവൻ വീടിന് പേര് ദോഷം ഉണ്ടാക്കിയവൻ. പുകഞ്ഞ കൊള്ളി വീടിന് പുറത്ത്. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ പ്രിയരെ, ഒരിക്കലും നിങ്ങൾ വീടിന് വെളിയിലാകരുത്, വീടിനകത്തായിരിക്കണം. വീടിനകത്താകണമെങ്കിൽ വീട്ടുടയവനുമായി ബന്ധമുണ്ടാവണം. ആ ഉടയവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. സ്വർഗരാജ്യത്തിന്റെ വാതിൽ അവനാണ്. അവനിലൂടെ അല്ലാതെ ആരും അകത്തു കിടക്കുന്നില്ല. അവനിലൂടെ അകത്തു കിടക്കുന്നവൻ പിതാവിന്റെ മുഖം കാണും. പിതാവിന്റെ മുഖം കാണുന്നവൻ സന്തോഷിക്കും. അവൻ നിത്യജീവനും നിനക്ക് സമ്മാനിക്കും. ഇന്ന് ഈ ലോകത്ത് നഷ്ടമായി പോയ ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിരാശപ്പെട്ട് നടക്കാതെ, നിനക്ക് ലഭിച്ച ചെറിയ ചെറിയ നന്മകളോ അലങ്കരിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴുക. എന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിയിരിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകുക. മരിച്ചാല് നീ ജീവിക്കുക. ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ, ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ, ഈ ലോകത്തിലെ വേദനകൾ നിന്നെ തളർത്തിയെങ്കിൽ ഇന്ന് ആ വേദനകളെ നോക്കി ധൈര്യത്തോടെ നിനക്ക് പറയാൻ സാധിക്കണം, ഏ വേദനകളെ, എനിക്കൊരു ദൈവമുണ്ട്. അവൻ ഈ ലോകത്തെ ജയിച്ചവനാ. അവന്റെ പിന്നാലെയാണ് എന്റെ പോക്ക്. അതുകൊണ്ട് ലോകം എന്റെ കാൽ കീഴിലോ, ദൈവരാജ്യം ഞാൻ അതിന്റെ അകത്ത് പ്രാപിക്കുകയും ചെയ്യും. എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിപ്പാനില്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? ആരാണ് ദാവീദ്? The king of Israel. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രാജാവാണ് ദാവീദ്, ഡേവിഡ്. ശൗൽ കഴിഞ്ഞ് രണ്ടാമത് ദൈവത്താൽ ശമൂവേൽ എന്ന അഭിഷിക്തനിലൂടെ രാജകീയ അഭിഷേകം ശിരസിന്മേൽ വീണവനാണ് ദാവീദ്. ഈ ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ പക്ഷത്തുണ്ടെന്ന്. ഇവിടെ ജനം മുഴുവൻ നോക്കുന്നതും ലീഡർമാർ മുഴുവൻ നോക്കുന്നതും
അധികാരികൾ മുഴുവൻ നോക്കുന്നതും ജനത്തെ തങ്ങളുടെ പക്ഷത്ത് നിർത്താനാണ്. ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ജനപ്രിയനായ നേതാവ് ദൈവതുല്യമായിരിക്കും മനുഷ്യന്. ഹല്ലേലൂയ. പക്ഷെ പുള്ളി ദൈവമല്ല. ഏറ്റവും കൂടുതൽ ജനത്തിന്റെ സപ്പോർട്ടുള്ള, ജനത്തിന്റെ പിന്തുണയുള്ള നേതാവിനെ എല്ലാവരും പേടിക്കും. ഹല്ലേലൂയ. ആവശ്യമില്ലാതെ കമന്റ് പറയത്തില്ല, ആവശ്യമില്ലാതെ കല്ലെറിയാൻ വെക്കത്തില്ല, ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കത്തില്ല. കാരണം ജനമിളകുമെന്ന പേടിയുണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാവീദ് എന്ന രാജാവ്, രാജ്യത്തിന്റെ ഭരണാധികാരി, രാജ്യത്തിലെ പ്രധാന പൗരൻ ഇസ്രായേലിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണെങ്കിലും, ഞാൻ ഈ കൊട്ടാരത്തിന്റെ അധിപതിയാണെങ്കിലും, ഞാൻ എന്റെ കീഴിൽ ഇത്രയും പ്രജകളെയും സൈന്യത്തെയുമാക്കി കൺട്രോൾ ചെയ്യുന്നവനാണെങ്കിലും എന്റെ പക്ഷത്ത് ദൈവമുള്ളതായ എന്റെ ബലം. ജനം പക്ഷത്ത് നിൽക്കുന്നതല്ല ബലം, ദൈവം പക്ഷത്തുള്ളവനെ ജയിക്കത്തുള്ളൂ. 1,00,000 ജനം നിന്റെ പക്ഷത്തുണ്ടെങ്കിലും നിന്റെ എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ കൂടെയാണ് ദൈവം ഒരുവനെങ്കിൽ, നിന്റെ കൂടെ 1,00,000 അല്ല 1,00,00,000 ജനത നിനക്ക് പിന്തുണയായി നിൽപ്പുണ്ടെങ്കിലും നീയേ തോറ്റു പോകത്തുള്ളൂ. നിന്റെ ഒപ്പം നിന്റെ എതിരെ നിൽക്കുന്നവനെ ജയിക്കത്തുള്ളൂ. എന്നാൽ അത് നേരെ തിരിഞ്ഞു വരണം. നിന്റെ എതിരെ നിൽക്കുന്നവന് ചുറ്റും സൈന്യമായി 1000-ങ്ങളും 10,000-ങ്ങളും കണ്ടേക്കാം. നിന്നേക്കാൾ ബലവാനെ ആയിരിക്കാം നീ ഡീൽ ചെയ്യുന്നത്, നിന്നേക്കാൾ ശക്തനെ ആയിരിക്കാം നീ ഡീൽ ചെയ്യുന്നത്, നിന്നേക്കാൾ കഴിവുള്ളവരെ ആയിരിക്കാം നീ ഫേസ് ചെയ്യുന്നത്, നിന്നേക്കാൾ സമ്പത്തുള്ളവരെ ആയിരിക്കാം നീ ഫേസ് ചെയ്യുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ പേടിക്കത്തില്ല. കാരണം ജയം എനിക്കുള്ളതാ, ജയം എന്റെ കുടുംബത്തിനുള്ളതാ, ജയം എന്റെ വിദ്യാഭ്യാസത്തിലുണ്ടാകും, ജയം എന്റെ ജോലിയിലുണ്ടാകും, ജയം എന്റെ കുടുംബ ജീവിതത്തിലുണ്ടാകും, ജയം എന്റെ പ്രാർത്ഥനയിലുണ്ടാകും, ജയം എന്റെ ജീവിതത്തിലുണ്ടാകും, ജയം അത് എന്റെ കൈവശമായിരിക്കും. എതിരെ എത്ര പേരും നിന്നോട്ടെ, ഒപ്പം നിൽക്കാൻ ആരുമില്ലാതായിക്കോട്ടെ. യോസേഫേ, നിന്റെ എല്ലാ സഹോദരന്മാരും നിനക്കെതിരാ. യോസേഫേ, നിന്റെ അപ്പനും അമ്മയും നിന്റെ കൂടെയില്ല. യോസേഫേ, നാട് നിന്റെ കൂടെയില്ല. നീ ജോലി ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ ആരും നിന്റെ ഒപ്പമില്ല. യോസേഫേ, നീ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ നിന്നെ ഇരുത്തേണ്ടിടത്ത് നിർത്തും, ഇരുത്തേണ്ടിടത്ത് ഇരുത്തും, എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. കാരണം ഓപ്പോസിറ്റ് ഒന്നിലധികം പേരുണ്ടെങ്കിലും നീ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിലും നീ പതറി പോകരുത്, ഇളകി പോകരുത്, മടുത്തു പോകരുത്. ഈ ജീവിതത്തിൽ നീയേ ജയിക്കൂ. ഇതോടെ തീർന്ന സഹോദരന്മാര് പറഞ്ഞേ, കൂടപ്പുറപ്പുകൾ പറഞ്ഞത് ആ ശല്യം ഇതോടെ തീർന്ന. നീ ഇന്ന് പലർക്കും ശല്യക്കാരനായും ശല്യക്കാരിയായും തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വത്രം ചെയ്തോ. ഈ ശല്യക്കാരനെ, ഈ ശല്യക്കാരിയെ നാളത്തെ ഇവര് വരും. ഹല്ലേലൂയ. നിന്നെ എനിക്ക് കാണണ്ടെന്നോ, നീ എനിക്ക് വേണ്ടെന്നോ, നീ എന്റെ കൂടപ്പുറപ്പായി പോയല്ലോ എന്നൊക്കെ പ്രാഗിയവരുണ്ടെങ്കിൽ ആ പ്രാഗ് കേട്ട നിന്നോട് കർത്താവ് പറയാ, നീ എന്റെ പക്ഷത്ത് നിന്നോ, ഞാൻ നിന്റെ പക്ഷത്തുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ എന്ന പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ നിയോഗം പ്രാപിച്ച് യിശായിയുടെ വീട്ടിൽ ചെന്നു. യിശായിയുടെ വീട്ടിൽ ചെന്നപ്പോ അപ്പൻ തന്റെ മക്കൾ എല്ലാവരെയും നല്ല ചുറുചുറുപ്പുള്ള ആരോഗ്യവാന്മാരായ
വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള എല്ലാ ആൺമക്കളെ നിരത്തി നിർത്തി എന്റെ ഭാഷയിൽ പറഞ്ഞ അപ്പന്റെ കണ്ണി കൊള്ളാമെന്ന് തോന്നിയതുങ്ങളെ എല്ലാം അഭിഷിക്തന്റെ മുമ്പിൽ നിരത്തി നിർത്തി. അപ്പന്റെ കണ്ണി കൊള്ളാമെന്ന് തോന്നിയതൊക്കെ ദൈവത്തിന്റെ കണ്ണിൽ കരളായിരുന്നു. എന്നാൽ അപ്പന്റെ കണ്ണി കരളായ സന്തതി ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിരുന്നു. എന്നാൽ നീ ആർക്കെങ്കിലും കണ്ണിൽ കരളായിരിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ കണ്ണിൻ മണിയെ തേടി കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ഇസ്രായേലിനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുമ്പോ ഇതാ അപ്പനും അമ്മയും സഹോദരന്മാരും അവന്റെ മുമ്പിൽ കുമ്പിട്ടു. അഭിഷേകം വരുന്നത് വരെ ഉള്ളൂ. അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളും വെൽ എഡ്യൂക്കേറ്റഡ് ആയുള്ളവരും ഉദ്യോഗസ്ഥരായുള്ളവരും കുടുംബത്തിൽ നല്ല പേരെടുത്തവരും കുടുംബത്തിൽ കൊമ്പന്മാരായവരും കുടുംബത്തിൽ നല്ല ജീവിതം നയിക്കുന്നവരും ഒക്കെ നിന്റെ മേൽ എന്ന അഭിഷേകം വരുന്നോ അന്നു മുതൽ നിന്റെ മുമ്പിൽ താർന്നു നിൽക്കും. ദാവീദ് അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളെല്ലാവരും ദാവീദിന്റെ തലകേറലായിരുന്നു. ദാവീദിനെ ഭരിക്കുക, ദാവീദിനോട് കൽപ്പന എടുക്കുക, ദാവീദിനെ നിയന്ത്രിക്കുക, ദാവീദിനെ കൺട്രോൾ ചെയ്യുക, ദാവീദിനെ ഒതുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചില വീടുകളിലെ പ്രശ്നം ദാവീദിന്റെ വീട്ടിലുണ്ടായിരുന്നിരിക്കാം. കാരണം വീട്ടിലെന്തെങ്കിലും മോഷണം പോയാ അതിപ്പോ മൂത്താനെ എടുത്തതെങ്കിലും രണ്ടാമത്തവനെ എടുത്തതെങ്കിലും ഈ കുടുംബത്തിൽ ഒന്നിനെ കൊള്ളാതിരിക്കുന്നവനെ പിടിക്കുന്നു. അങ്ങനല്ലേ? അങ്ങനെയാ, നീയേ ചെയ്യൂന്ന് പറയും. ഹല്ലേലൂയ. ദാവീദ് എന്തോ കേട്ടിട്ടുണ്ടോ? വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അവനെ നിറയ്ക്കാം. കാരണം നീയേ ചെയ്യും, എനിക്കറിയാം. കാരണം എന്റെ കണ്ണി നീ കഴിവ് കെട്ടവനാ, കൊള്ളരുതാത്തവനാ, മോശക്കാരനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മൂത്ത മോൻ ചെയ്യൂല, എനിക്ക് അവനെ അറിയാം, അവൻ നല്ലവനാ. എന്റെ രണ്ടാമത്തെ കുഞ്ഞ് ചെയ്യൂല, നീയേ ചെയ്യൂന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചെയ്യാത്ത ആരോപണങ്ങളും കുറ്റങ്ങളും ചുമത്തപ്പെട്ട് ബലിയാടായി പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുക്കാൻ പറ്റാതെ നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കുറിച്ചു വെച്ചോ. നീ മാനിക്കപ്പെടുന്ന ദിവസം ഇവരെല്ലാം തലകുനിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ തല ദൈവം ഉയർത്തുന്ന ദിവസം ഇവരുടെ തലയൊക്കെ താഴും. ഓ ഹല്ലേലൂയ. നിന്റെ തല താഴ്ത്തി വീഴുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, നിന്റെ തലയ്ക്ക് മീതെ പലരും തല ഉയർത്തി ഞെളിയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദൈവം ഒരു ശമൂവേലിനെ നിന്റെ അരികിൽ അഭിഷേകം ചെയ്യാൻ അയച്ചിട്ടുണ്ട്. അവൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ കേൾക്കുന്ന വചനം വിശ്വസിക്കുന്നെങ്കിൽ എന്നാകുന്നു നിന്റെ തല ഉയർത്തുന്ന പകൽ, എന്നാകുന്നു കാട്ടുപോത്തിന്റെ കൊമ്പുയർന്നിരിക്കുന്നത് പോലെ നിന്റെ തലയെ
സ്നേഹമാണ്. ഒരു കാരണമുണ്ട് കേട്ടോ. ചുമ്മാതൊന്നും കിട്ടിയതല്ലെന്നേ ദാവീദിന് ഈ അഭിഷേകം. അപ്പനും അമ്മയും കൂടപ്പുറപ്പുകളും എല്ലാം കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ആവശ്യമില്ലാതെ ആരോപണങ്ങൾ ചാർത്തി തരുമ്പോഴും അപ്പന്റെ ആടുകളെ മേച്ച് കാടും മേടും കയറി ഇറങ്ങി മണ്ണിൽ നടക്കുന്ന ഇവരും പരിപാടി വരും. ഏത് നേരത്തും എവിടെയാണെങ്കിലും അവൻ തൻ്റെ കിന്നരമെടുത്ത് അത് വായിച്ചുകൊണ്ട് അവൻ ദൈവത്തിന് കീർത്തനം രചിക്കുമായിരുന്നു. അവൻ നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഉച്ചമുള്ള കൈത്താളത്തോടെ, അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ ദൈവത്തെ അവൻ പാടി സ്തുതിക്കുമായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ബാലകനെ ദൈവം ഉയർത്തി. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ തോറ്റു പോകില്ല. ആരാധിക്കുന്നുണ്ടെങ്കിൽ നീ ജയിച്ചിരിക്കും. നീ കാട്ടിലും മേട്ടിലും സ്തുതിപാടി നടന്നിട്ട് വീട്ടിൽ കയറി വരുമ്പോ ദാവീദ് കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവ്. പള്ളിയിൽ പോയി നല്ല വചനം കേട്ട് ആരാധന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ കിട്ടുന്നത് കൂട്ടത്തിന് വിലക്കിട്ടൊരടി കിട്ടുന്നത് പോലെ, ആണിപ്പിത്തിനെ തറച്ചു കയറ്റുന്നത് പോലെ നിന്റെ ചങ്ക് തുളയ്ക്കുന്ന വാക്കുകൾ മൂർച്ചയുള്ള അമ്പ് പോലെ വന്ന് തറയ്ക്കുമ്പോഴും മിണ്ടാൻ കഴിയാതെ ദാവീദിനെ നോക്കിക്കേ. ആ നീയെ എഴുതോന്ന് എനിക്കറിയാമെന്ന് അപ്പം പറയുമ്പോ അപ്പനോട് വല്ലതും പറയാൻ പറ്റുമോ? അപ്പനായതുകൊണ്ട് അപ്പൻ നുണ പറയുന്നെന്ന് പറയാൻ പറ്റുമോ? അപ്പൻ എന്റെ തലയിൽ ചാർത്തുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറയാൻ പറ്റുമോ? അപ്പൻ എന്നോട് സ്നേഹമില്ലാതെന്ന് ചോദിക്കാൻ പറ്റുമോ? മിണ്ടാതെ സഹിച്ച് 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 നീ നിൽക്കുന്ന ഒരു ദാവീദാണെങ്കിൽ ഞാൻ നിന്നോടൊന്ന് പറയുന്നു, ദാവീദേ, നിന്നെ ദൈവം ഉയർത്തുമ്പോൾ അതിന്